നല്ല മയത്തൊരു സുലൈമാനി കുടിക്കുമ്പോ ഒരാരം തന്നെയാണല്ലോ. പറഞ്ഞത് നേരി. എന്നാൽ എനിക്ക് കുടിക്കുന്നതിനേക്കാൾ ഇഷ്ടം കുടിപ്പിക്കുന്നതില്ല. എന്നാലല്ലേ നമ്മളെ വെട്ടിയിൽ കായ് വീഴൂ. അല്ലടോ, ആരാണോ വരുന്നത്? നമ്മളെ ബുജിക്കാതറല്ലത്? വിയേക്കാതർന്ന് കേട്ടിക്കണ്. ഈ ബുജിക്കാതർ ആരുടെ? നിങ്ങള് നല്ല ആളാണ് കേടോ. അതാണ് ബുദ്ധിജീവിക്കാതർ. ഇവർക്ക് ഭയങ്കര ബുദ്ധിയാ എന്നാണ് പറയണേ. ആര് പറയണേ? മൂപ്പരെന്നെ. അസ്സലാമലൈക്കും. വാലൈക്കും സലാം റഹ്മത്തുള്ളാഹി വബറകാത്ത്. എന്താണ് ഗഫൂറേ, ഇന്ന് ജോലിക്കൊന്നും പോയില്ലേ? ഇന്ന് നല്ല മഴല്ലേ, മഴ. അപ്പൊ നമ്മള് ലീവാക്കി. അല്ല, നിങ്ങള് പോയില്ലേ? ഞങ്ങള് ബുദ്ധിജീവികൾ അങ്ങനെ ജോലിക്കൊന്നും പോവാറില്ല. ഒരു ബുദ്ധിജീവി അത് നിങ്ങള് മാത്രം പറഞ്ഞാ മതിയോ? എന്താ സംശയമുണ്ടോ? എങ്കിൽ നമുക്കൊരു പന്തയം വെക്കാം. കാശ് വെച്ചെന്നെ ആയിക്കോട്ടെ. അല്ല, കേസാകുവോ? ഒരു കേസുമില്ലടോ. ഞാൻ ഗഫൂറിനോട് ഒരു ചോദ്യം ചോദിക്കും. ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഗഫൂർ എനിക്ക് 50 ഉറുപ്പ്യ തരണം. പിന്നെ ഗഫൂർ എന്നോടൊരു ചോദ്യം ചോദിക്കും. ഞാൻ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ 500 ഉറുപ്പ്യ ഗഫൂറിന് തരും. എങ്ങനെയുണ്ട് കളി? കേൾക്കുമ്പോ ഒരു ഹരൊക്കെ ഉണ്ട്. എന്നാലും എന്നാലും ഇല്ല. ആദ്യത്തെ ചോദ്യം, ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് എത്ര ദൂരമുണ്ട്? അതിപ്പോ കോഴിക്കോടാണോ അതോ? അറിയില്ലെങ്കിൽ അത് പറയേ. 50 ഉറുപ്പ്യ എടുക്ക്, 50 ഉറുപ്പ്യ എടുക്ക്. വേണ്ടാത്ത പണിയായി പോയി. ഇനി ഗഫൂറിന്റെ ഊഴം എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടാവുമല്ലോ. എന്നോടൊരു ചോദ്യം ചോദിക്കൂ. മറക്കണ്ട, ഞാൻ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ 500 രൂപയാണ് ഗഫൂറിന് കിട്ടുക. ഉറപ്പാണല്ലോ? തീർച്ചയായും. ഞാനൊരു ബുദ്ധിജീവിയാണല്ലോ. ഉത്തരം പറയാതിരിക്കുന്ന പ്രശ്നമേ ഇല്ല. എന്നാ ചോദ്യം പിടിച്ചോളി. 3 കാലം കൊണ്ട് മല കയറി 4 കാലം കൊണ്ട് മല ഇറങ്ങുകയും ചെയ്യുന്ന ജീവിന്റെ പേര് പറയും. 3 കാല് കൊണ്ട് കയറി 4 കാലിൽ ഇറങ്ങൂ. എങ്ങനെയപ്പോ? മിസ്റ്റർ ഗഫൂർ, ഞാൻ തോറ്റിരിക്കുന്നു. ഇതാ 500 ഉറുപ്പ്യ. ഏത് ജീവിയാണ് മിസ്റ്റർ ഗഫൂർ 3 കാല് കൊണ്ട് മല കയറി 4 കാലം കൊണ്ട് മല ഇറങ്ങണത്? ഇതെന്താ 50 രൂപ? അതെ, നമ്മൾ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ 50 ഉറുപ്പ്യ തിരിച്ചരണോന്നല്ലേ കളി. കാശ് പിടിച്ചോ, നമുക്ക് ഉത്തരം അറിഞ്ഞൂടാ.